ഓം നമോ ഭഗവതേ വാസുദേവായ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ച ആർഷഭാരതത്തെ പോലെ ആരാധ്യതയും ആദരണീയതയുമുള്ള മറ്റൊരു രാഷ്ട്രവും ഈ ലോകത്തിലില്ല. യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തിൽ. മറ്റ് ഒരു മതഗ്രന്ഥത്തിലും ലോകത്തിനു മുഴുവൻ സുഖമുണ്ടാകട്ടെ ഭഗവാനെ എന്നൊരു പ്രാർത്ഥന നിങ്ങൾ മഷിയിട്ട് തിരഞ്ഞാൽ പോലും ഒരിക്കലും കാണുവാൻ സാധിക്കില്ല. ഇത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് മതസ്ഥരോടൊന്ന് ചോദിച്ചു നോക്കൂ. അത് ഹൈന്ദവ വേദങ്ങളിൽ മാത്രമേ അങ്ങനെ കാണൂ. അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അപ്രകാരം ആർഷമതത്തെ അല്ലെങ്കിൽ സനാതനധർമ്മത്തെ ഹിന്ദു ധർമ്മത്തെ പോലെ പഴക്കവും പ്രചാരവും ഏറ്റവും പഴക്കമുള്ള സംസ്കാരമാണ്, ആദി സംസ്കാരമാണ് ഹൈന്ദവം. പ്രശസ്തിയും നിറഞ്ഞ വേറെ മതങ്ങളും ഇല്ല, ഇതിനെ പോലെ വേറെ ഇല്ല. ഇതിൽ നിന്ന് പോയതാണ് മറ്റുള്ള മതങ്ങളൊക്കെ. നമ്മൾ അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരല്ല, നമ്മളിൽ നിന്നാണ് അവരൊക്കെ വേർതിരിഞ്ഞ് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മളുടെ മഹത്വം. മറ്റ് മതങ്ങളിലെ പ്രവാചകന്മാർ ഭാവിയിൽ ജനിക്കുമെന്നു പോലും ആദ്യം എഴുതി വെച്ചത് നമ്മളുടെ ഭവിഷ്യപുരാണത്തിലാണ്. അങ്ങനെ നമ്മളുടെ ഭവിഷ്യപുരാണത്തിൽ അങ്ങനെ ഋഷിമാർ എഴുതി വെക്കണമെങ്കിൽ അവരുടെ പ്രവാചകന്മാർ ഭാവിയിൽ വരും എന്ന് എഴുതി വെക്കണമെങ്കിൽ അവരുടെ ഋഷീശ്വരന്മാരുടെ ദർശനങ്ങളാണോ ഏറ്റവും ശ്രേഷ്ഠം, അതോ നമ്മളുടെയോ? നിങ്ങൾ ചിന്തിക്കുക. മതം മാറിപ്പോകുന്നവർ ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു അകക്കണ്ണിൽ അവർ വരുമെന്ന് പറയാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ, നമ്മളുടെ ഋഷിമാർക്കുണ്ടെങ്കിൽ, നമ്മളല്ലേ ശ്രേഷ്ഠരായിട്ടുള്ളത്? എന്താ ആ കാര്യത്തിൽ ഇത്ര സംശയം? എന്താ? ഒരു സംശയവും വേണ്ട. അതേപോലെ ആർഷഭാരതത്തിൽ ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള ധാരാളം ആർഷഗാഥകൾ, അതായത് ഋഷിമാരുടെ കണ്ടെത്തലുകൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് അപാരവും അഗാധവും അവർണ്ണനീയവുമാണ് നമ്മളുടെ ഈ ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു ധർമ്മം, ഹിന്ദു സംസ്കാരം. മതം എന്ന പദത്തിന് അഭിപ്രായം എന്നാണ് അർത്ഥം. നമ്മളുടെ മതമൊഴികെ മറ്റ് മതങ്ങളൊക്കെ പല പ്രവാചകന്മാരാൽ പല കാലങ്ങളിലായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടതാണ്. അവയെല്ലാം ഉണ്ടായിട്ട് തന്നെ വളരെയധികം കാലമൊന്നും ആയിട്ടില്ല, ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ് എല്ലാം. ഒക്കെ ഇതിൽ നിന്ന് വിഘടിച്ചു പോയതാണ്. ക്രിസ്ത്യൻ മുസ്ലിം മതത്തിൻ്റെയൊക്കെ പൂർവികരെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ പിതാവും മാതാവും ഹിന്ദുവാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഹൈന്ദവർ മതം മാറിയതാണ് ക്രൈസ്തവരും മുസ്ലിങ്ങളും. അത് നിങ്ങളുടെ പൂർവികരോട് ചോദിച്ചാൽ വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരും. സംശയമില്ല കാര്യത്തിൽ. ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. ആർഷം എന്ന വാക്കിന് ഋഷിമാരാൽ ഉണ്ടാക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ഋഷിപ്രോക്തം. വേദം എന്നും അതിനർത്ഥമുണ്ട്. ആധ്യാത്മികതയാണ് ഭാരതത്തിൻ്റെ ശക്തി. അതിലധിഷ്ഠിതമാണ് ആർഷഭാരതം. ലോകത്തിൻ്റെ ഗുരുവാണ് ഭാരതം. എല്ലാവരും അന്വേഷിച്ചു വരുന്നത് ഭാരതത്തിനെയാണ്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ലോകം അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ ആഴ്ന്നു കിടന്നിരുന്ന ഒരു കാലത്ത് ആർഷഭാരതത്തിൽ ജ്ഞാനപ്രകാശം പരന്നൊഴുകിയിരുന്നു ഋഷിമാരാൽ. ആധ്യാത്മികതയുടെ കേന്ദ്ര ബിന്ദു ഈശ്വരനാണ്. ഹിന്ദുക്കൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതും വായിക്കേണ്ടതുമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ രാമായണം, വാൽമീകി രാമായണം അല്ലെങ്കിൽ ഭാഷാരാമായണം, മഹാഭാരതം, ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ജ്ഞാനപ്പാന, അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ പല പല സംസ്ഥാനങ്ങളിൽ പല പല ഭാഷകളിൽ കാണാം. ദ്രാവിഡ ഗോത്ര മലബാര സമ്പ്രദായത്തിലുള്ള ഗ്രന്ഥങ്ങളും വളരെ വിശേഷമാണ്. അതും മോശമല്ല, എല്ലാം ഭഗവാനിൽ നിന്നുണ്ടായതാണ്.
ഒന്നിനെയും നമ്മൾ കളിയാക്കാൻ പാടില്ല. ഓരോ സമുദായത്തിന് വേണ്ടി ഓരോ ഗ്രന്ഥം ഉണ്ടായി, അത്രയേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഒന്ന് തന്നെയാണ്. എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് പറയുന്നത് വളരെ വിഡ്ഢിത്തരാണ്. കാരണം എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്നല്ല, മാർഗവും ഒന്നല്ല, വ്യത്യസ്തമാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്, കാഴ്ചപ്പാടുകളും വ്യത്യാസമുണ്ട്. പിന്നെ സെമിറ്റിക് മതങ്ങളൊക്കെ മരണശേഷം സ്വർഗത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഭാരതീയർ സ്വർഗത്തിന് പുല്ല് വില പോലും കൊടുക്കാറില്ല. നമ്മൾ മോക്ഷത്തിനാണ് പ്രാധാന്യം. സ്വർഗം എന്നത് താൽക്കാലികമാണ്. ഒരു ലോട്ടറി ടിക്കറ്റ് അടിച്ചു, ആ പൈസ തീരുന്നത് വരെയാണ് സ്വർഗം. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആയി. അത്രേ നമ്മളതിനെ കാണുന്നുള്ളൂ. എന്നാൽ ഭാരതം അങ്ങനെയല്ല. ഭാരതത്തിൽ മോക്ഷത്തിനാണ് പ്രാധാന്യം. മോക്ഷം കിട്ടണമെങ്കിൽ ഭാരതത്തിൽ തന്നെ വന്ന് ജനിക്കണം, അതും മനുഷ്യജന്മം കിട്ടണം. അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത. വേദ സംസ്കാരമാണ്, യാഗഭൂമിയാണ് ഭാരതം. അതുകൊണ്ടാണ് വിദേശികളൊക്കെ ഇവിടെ വന്നിട്ട് നാമം ജപിക്കാൻ കാരണം. അല്ലാതെ അവരെ നാട്ടിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ഈ ഒരു അന്തരീക്ഷം അവിടെ കിട്ടില്ല. അതാണ് പല പല ആശ്രമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വിദേശികൾ വന്നിട്ട് നാമം ജപിക്കാനുള്ള പ്രധാന കാരണം. മോക്ഷത്തിന് ഏറ്റവും പുണ്യമായിട്ടുള്ള ഭൂമി ഭാരതം മാത്രമാണ്. മറ്റ് രാഷ്ട്രങ്ങളൊക്കെ ഭോഗഭൂമിയാണ്, സുഖത്തിന് വേണ്ടി മാത്രം, തിന്നുക, കുടിക്കുക, ഉറങ്ങുക. എന്നാൽ ഭാരതം അങ്ങനെയല്ല. ഭാരതം യോഗഭൂമിയാണ്. നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ. ആർക്കും വായിക്കാവുന്ന തരത്തിൽ വളരെ ലളിതമായിട്ടുള്ള മലയാള പദങ്ങളാൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സത്തിനെ കടഞ്ഞെടുത്തിട്ട് എഴുതിയതാണ്. വേദാന്ത സ്വരൂപമാണ് ജ്ഞാനപ്പാന. ശ്രീമദ് ഭാഗവതം തന്നെയാണ് ജ്ഞാനപ്പാന. സംസ്കൃതം അറിയാത്തവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം ഭാഗവതത്തിനെ ജ്ഞാനപ്പാനയിലൂടെ. ഋഷിമാർക്ക് പല പല കാലങ്ങളിലായിട്ട് വെളിപ്പെട്ട് കിട്ടിയ തത്വങ്ങളെ ക്രോഡീകരിച്ചതിനെയാണ്, ഈശ്വരീയ ദർശനങ്ങളെ കിട്ടിയിട്ടുണ്ട് പല പല ഋഷിമാർക്ക്. ആ കിട്ടിയ ദർശനങ്ങളെയാണ് നമ്മൾ വേദങ്ങൾ എന്ന് പറയുന്നത്. ചതുർവേദങ്ങളാണ് ഋക്ക്, യജുസ്, സാമം, അഥർവം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം, അത് വലിയൊരു വിഷയമാണ്. ഈ 4 വേദങ്ങളാണ് ഭാരത ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് രാമായണമല്ല, മഹാഭാരതമല്ല, ഭാഗവതമല്ല, ഒന്നുമല്ല. നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം, ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് ചതുർവേദങ്ങളാണ്. ഋക്ക്, യജുസ്, സാമം, അഥർവം. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്നോടൊരു അന്യമതസ്ഥൻ പറയാണ്, ഞങ്ങൾക്ക് ഒരു പ്രവാചകനാണ് പ്രാധാന്യം, ഒരു ഗ്രന്ഥം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ അറിവിനെ ഒതുക്കാൻ ഒരു ഗ്രന്ഥത്തിലേ ഉള്ളൂ അല്ലേ? എന്നാൽ ഞങ്ങളുടെ അറിവിനെ ഒന്നിലൊന്നും ഒതുക്കാൻ കഴിയില്ല. 1-ലും 10-ലും 100-ലും 10,000-ലും ഒതുക്കാൻ കഴിയാത്ത അത്ര അറിവ് നമ്മുടെ ഭാരതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അനേകം ഗ്രന്ഥങ്ങൾ ഉണ്ടാവാൻ കാരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതെ നടന്നുപോയി. അങ്ങനെ മറുപടി കൊടുക്കാൻ കഴിയണം. എല്ലാവർക്കും ഭാരത സംസ്കാരത്തിൽ ജീവിച്ച് മരിച്ച് മോക്ഷം നേടാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.